നമസ്കാരം സാർ. കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം വിദേശ പഠനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണിതിപ്പോൾ. ദിനംപ്രതി ലക്ഷക്കണക്കിന് കുട്ടികളാണ് വിദേശത്തേക്കായിട്ട് ചേക്കേറുന്നത് ഈ ഒരു വിദേശ പഠനത്തിനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലേക്ക് ഈ പോകുന്ന കുട്ടികളെ വിദേശ രാജ്യങ്ങളിലെ എയർപോർട്ടിൽ നിന്നും മടക്കി അയക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്താണ് സാർ ശരിക്കും പറഞ്ഞാൽ ഇതിലെ സത്യാവസ്ഥ? നമ്മുടെ മീഡിയ കാര്യമായി ചർച്ച ചെയ്യാത്ത ഒരു വലിയ വിഷയമാണ് ഇത്. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം, നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് പോയ 4 വിദ്യാർത്ഥികൾ, ആ 4 വിദ്യാർത്ഥികൾ റഷ്യയിലേക്കാണ് പഠിക്കാൻ പോയത്. അവിടെ 3 പേരെ മടക്കി അയച്ചു. ഒരാളോട് പഠനം തുടരാൻ പറഞ്ഞു. ഈ മടക്കി അയക്കപ്പെട്ട 3 പേര് മുസ്ലിം കുട്ടികൾ. മുസ്ലിമായി പോയി എന്നുള്ളത് കൊണ്ടല്ല മടക്കി അയച്ചത്. അവരുടെ സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ഭീകരവാദ സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുന്ന അവരുടെ നിലപാടുകളും അവരുടെ ചിത്രങ്ങളും അവരുടെ ഫോർവേഡുകളും അവരുടെ പോസ്റ്റിങ്ങുകളുമെല്ലാം അതിന് വ്യക്തമായ തെളിവോട് കൂടിയാണ് അവരെ മടക്കി അയച്ചത് എന്നാണ് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തെ രാജ്യങ്ങളെല്ലാം, അത് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും അതുപോലെ ഗൾഫിലുള്ള മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും അവരെല്ലാം ഇന്ന് ആഗ്രഹിക്കുന്നത് സമാധാനപരമായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങളും ഇസ്ലാമാണ്, ഞങ്ങൾക്കും പള്ളികളുണ്ട്, ആരാധനയുണ്ട്, ഞങ്ങളും അള്ളാഹുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഭീകരവാദം വളർത്തിയാൽ ഞങ്ങളുടെ ബിസിനസ് തകരും, ഞങ്ങളുടെ രാജ്യം തകരും, ഞങ്ങളുടെ തലമുറ തകരും. അവസാനം ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാതാവും. അതുകൊണ്ട് ഭീകരവാദം വേണ്ട, ഇസ്ലാം മതി. അതുകൊണ്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയെയും ഒരു രാജ്യത്ത് നിന്നും ഞങ്ങളുടെ രാജ്യത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക നേരത്തെ വന്നു. അമേരിക്ക അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ആൾക്കാരെ ചങ്ങലക്കിട്ട് പൂട്ടിയൊക്കെ നാട് കടത്താൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ഊർജിതമായിട്ട് ആ നടപടികളിലേക്ക് വന്നു. ഇതോടൊപ്പം തന്നെ സൗദി അറേബ്യയും UAE അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അതിന് തയ്യാറായി. ഇപ്പോൾ റഷ്യ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചു തുടങ്ങി, അവരും അത് ചെയ്യുന്നു. ആസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക തുടങ്ങി വെച്ച ഈ ഒരു നടപടി വളരെ ശക്തമായി തുടരുകയാണ്. ഇത് അമേരിക്ക തുടങ്ങി എന്നുള്ളത് കൊണ്ടല്ല പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു രാജ്യത്തും സമാധാനപരമായി ജീവിക്കാൻ തീവ്രവാദി സംഘടനകൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം. തീവ്രവാദി സംഘടനകൾ എന്ന് പറയുമ്പോൾ അൽ ഖ്വയ്ദയുണ്ട്, ISIS ഉണ്ട്, ഹമാസ് ഉണ്ട്. ഇവരെയൊക്കെ അതാത് രാജ്യങ്ങളിലുള്ള ആൾക്കാർ തന്നെ വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ ഗാസയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഹമാസ് രാജ്യം വിട്ടു പോകൂ എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് സമാധാനമായി ജീവിക്കണം. ഇവിടെ സമാധാനം ഉണ്ടായിരുന്നു നിങ്ങൾ വരുന്നതിന് മുമ്പ് വരെ. ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി, രാജ്യം തന്നെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ലോകമെമ്പാടും ഈ ഒരു ട്രെൻഡ് വരുമ്പോൾ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ മഹത്വവൽക്കരിക്കുന്ന വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഇവരെ സ്വീകരിക്കാൻ എല്ലാ രാജ്യങ്ങളും മടിക്കുകയാണ്. ഈ സംഭവം ലോകമെമ്പാടും ഇന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഭീകരവാദ പ്രസ്ഥാനങ്ങളായിട്ടുള്ള ഹമാസിനെയും ISISനെയും ലഷ്കർ ഇ തോയ്ബയെയും അങ്ങനെയുള്ള നിരവധി ഭീകര പ്രസ്ഥാനങ്ങളെ, അവരുടെയൊക്കെ വെടിയേറ്റ് മരിച്ച അവരുടെയൊക്കെ നേതാക്കളെയും മഹത്വവൽക്കരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇത് സോഷ്യൽ മീഡിയ മാത്രമല്ല, കേരളത്തിൽ നമ്മൾ കാണുന്നത്, കേരളത്തിലെ മതപരമായ ചടങ്ങുകളിൽ ആനപ്പുറത്ത് ഇത്തരം ഭീകരവാദികളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിക്കുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്തിനേറെ, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഭീകരവാദികൾ അണിയുന്നതായ വസ്ത്രമണിഞ്ഞുകൊണ്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടി പോലും തയ്യാറായി. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭീകര സംഘടനകളുടെയും നക്കാപ്പിച്ച പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികൾ, അവര് ഇതിന് പിന്തുണ കൊടുക്കുന്നു. അപ്പൊ പൊതുസമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക നായകന്മാർ, ഇവിടുത്തെ മീഡിയ, ഇവരെല്ലാം തന്നെ ഈ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ ഞങ്ങളും അങ്ങനെയല്ലേ നിൽക്കേണ്ടത് എന്നൊരു ധാരണ കുട്ടികൾക്കും ഉണ്ടാവും. പക്ഷെ സത്യത്തിൽ ഈ കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആപത്ത് ഇതൊക്കെ ലോകം കാണുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോകം റെക്കോർഡ് ചെയ്യുന്ന, കാണപ്പെടുന്ന ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിദേശ വിദ്യാഭ്യാസത്തിനോ വിദേശ ജോലിക്കോ വേണ്ടി ഇവർ ഏതെങ്കിലും രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യം അവരെ തിരസ്കരിക്കുന്നു. അവർക്ക് അവിടെ
താമസിക്കാനോ പഠിക്കാനോ ജോലി ചെയ്യാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മക്കളെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിടുന്നില്ല. അവരിത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു, അവിടെ ജോലി നേടുന്നു, അവിടെ സ്ഥിരതാമസമാക്കുന്നു. അവരൊക്കെ രക്ഷപ്പെടുമ്പോൾ ഇവരുടെ പ്രസ്ഥാനങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്ന, കൊടി പിടിക്കുന്ന, അല്ലെങ്കിൽ തല്ലുകൊടുക്കുന്ന, തല്ലുകൊള്ളുന്ന ആൾക്കാരുടെ മക്കൾ, ആ മക്കളാണ് അനാഥരായി പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൗരവപൂർവ്വം കേരളം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. കേരളത്തിൽ കിട്ടുന്ന സ്വാഗതം ഭീകരവാദികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഇല്ല. കേരളത്തിൽ കിട്ടുന്ന അംഗീകാരം ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾ കൊടുക്കുന്നില്ല. അതിന്റെ പിന്നാലെ കൊടി പിടിച്ചും അതിനുവേണ്ടി പോസ്റ്റ് ചെയ്തും അതിനുവേണ്ടി വീഡിയോയിൽ ലൈക്ക് ചെയ്തും ഒക്കെ നടക്കുന്നവരും കമന്റ് ചെയ്യുന്നവരും അവരവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഭീകരവാദ പ്രസ്ഥാനങ്ങളെ മഹത്വവൽക്കരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കേരളത്തിന്റെ വരും തലമുറകൾക്ക് അങ്ങേയറ്റം ഭീകരമായ ഒരു ഭാവിയായിരിക്കും സമ്മാനിക്കുന്നത്. മധ്യ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് 5000-ലധികം പേരാണ് ISIS-ലേക്കും ഹമാസിലേക്കും ലഷ്കർ ഇ തോയ്ബയിലേക്കും അതുപോലെയുള്ള മറ്റ് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്കും ചേക്കേറുവാൻ വേണ്ടി സ്വന്തം രാജ്യം വിട്ട് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എത്തിപ്പെട്ടത്. അവരിൽ മഹാഭൂരിപക്ഷം പേരും വെടിയേറ്റ് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ബോംബുകളായി പൊട്ടിച്ചിതറി. അവരൊന്നും തിരിച്ചു നാട്ടിലെത്തിയില്ല. തിരിച്ചു നാട്ടിലെത്തിയത് ശവശരീരങ്ങളായിട്ടോ ഒക്കെയാണ്. ഇത് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ തലമുറയെ റാഞ്ചിയെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്ക് ഇരകളായി തീർന്നാൽ ആ കുടുംബങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹമാസിന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ, ISIS-ൽ ചേർന്നതിന്റെ പേരിൽ, ലഷ്കർ ഇ തോയ്ബയിൽ മെമ്പർഷിപ്പ് കിട്ടിയതിന്റെ പേരിൽ ആരെങ്കിലും നാട്ടിൽ വന്ന് ഒരു 50 ലക്ഷം രൂപയുടെ വീട് വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇവരൊക്കെ പിന്നെ എവിടെ പോയി? അവരൊക്കെ അവിടെ ചെന്ന് വെടിയേറ്റ് മരിച്ച്, അല്ലെങ്കിൽ മനുഷ്യ ബോംബുകളായി പൊട്ടിച്ചെതറി ഹൂറികളുടെ ലോകത്തേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭീകരവാദം ഇന്നിപ്പോൾ സൗദി അറേബ്യ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യയിൽ മതത്തിന്റെ പേരിലുള്ള വസ്ത്രധാരണവും മതത്തിന്റെ പേരിലുള്ള ഭക്ഷണവും മതത്തിന്റെ പേരിലുള്ള മറ്റു രീതിയിലുള്ള കോപ്രായങ്ങളും ഒന്നും അംഗീകരിക്കില്ല. ഇവിടെ നമ്മുടെ മതേതരന്മാരായിട്ടുള്ള ആൾക്കാർ നിലവിളക്ക് കൊളുത്താൻ പേടിക്കുമ്പോൾ അവിടെ സൗദി അറേബ്യയിലെ രാജാക്കന്മാര് നിലവിളക്ക് കൊളുത്തുന്നു, UAE-യിലെ രാജാക്കന്മാര് നിലവിളക്ക് കൊളുത്തുന്നു. അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മറ്റു രാജ്യങ്ങളിലെ മതങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിക്കുകയും അവർക്ക് ക്ഷേത്രങ്ങളും പള്ളികളും പണിതു കൊടുക്കുകയും അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് നിലവിളക്ക് കൊളുത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ നിലവിളക്ക് കൊളുത്തിയാൽ പോലും അപകടമാണ് എന്ന് പറയുന്ന ഭീകരത വാഴ്ത്തപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് കേരളത്തിന്റെ ഭാവിക്ക് അങ്ങേയറ്റം ഗൗരവമുള്ള ദോഷകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകാൻ പറ്റാത്തവരും ജോലി ചെയ്യാൻ വിദേശത്ത് പോകാൻ പറ്റാത്തവരും. അതുകൊണ്ട് കേരളം അതീവ ഗൗരവത്തോടെ ഈ വിഷയം കണക്കിലെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.